പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കോഴിക്കോട് ശാഖയിലെ ലോക്കറിൽ നിന്നും സ്വർണം കവർന്ന കേസിൽ ബാങ്ക് ജീവനക്കാരൻ അറസ്റ്റിലായി. ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് സംഭവം നടന്ന 2 വർഷത്തിന് ശേഷം പ്രതിയെ പിടികൂടിയത്. കോഴിക്കോട് പുതിയറ സ്രാമ്പിക്കൽ പറമ്പ് അച്യുതത്തിൽ അനിൽകുമാറാണ് അറസ്റ്റിലായത്. ബാങ്കിലെ ക്ലർക്കാണ് ഇയാൾ. സംഭവം നടക്കുമ്പോൾ ഇയാൾ പ്യൂണായിരുന്നു. 2012 നവംബർ 5-നാണ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത് പുറത്തറിയുന്നത്. കോഴിക്കോട് DCPയുടെ മകളുടെയും മരുമകളുടെയും 65 പവൻ, ഹോട്ടൽ ഉടമ ശരവണന്റെ 24 പവൻ, കല്ലായി സ്വദേശി മുസ്തഫയുടെ 43 പവൻ എന്നിവയാണ് മോഷണം പോയത്. നമ്മളിപ്പോൾ ഒരു കേസിൽ മാത്രമാണ് പ്രതിയാക്കിയത്, മുസ്തഫയുടെ കേസിൽ. ആ കോയിൻസ് ഈ മുസ്തഫയുടെ കയ്യിൽ നിന്ന് പോയ കോയിനാണ് അയാൾ തിരിച്ചറിഞ്ഞത്. കാരണം അന്ന് ലോക്കൽ പോലീസിനോട് പറഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ കോയിൻ പോലത്തെ കോയിൻ തന്നെയാണ് എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് വേണമെങ്കിൽ പോലീസ് ചെയ്യാറുണ്ട്, പക്ഷെ പോലീസ് ഒരു കിട്ടുന്നത് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നത് സൗദി കോയിനുള്ള രീതിയിലാണ്. അതിനൊരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഈ പ്രതിക്ക് തരാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ലോക്കൽ പോലീസ് 2 വർഷം അന്വേഷിച്ച കേസിൽ പ്രതിയുടെ അറസ്റ്റ് വൈകിയത് രാഷ്ട്രീയ സ്വാധീനം മൂലമാണെന്ന ആരോപണം ഉയർന്നിരുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തു. ഇതേ തുടർന്ന് തെളിവുകൾ ഏകീകരിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മുസ്തഫയുടെ സ്വർണ്ണ നാണയങ്ങൾ പ്രതിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.